അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കൊരു അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയില്ല, നിങ്ങളുടെ ഫില്ലിങ്ങിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് റോസ്റ്റായി ഡ്രൈ ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. അപ്പോൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കൂട്ടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മധുരം ചേർത്ത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കി മിക്സിയുടെ ജാറിലോട്ട് 2 പഴവും 1 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. നമുക്കിത് അരച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പഴയ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലൊരു പാനാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ തടവിയതിനു ശേഷം കുറച്ച് കൂട്ട് അതിലൊഴിച്ചു. മൊത്തം ഒഴിക്കേണ്ട, ഒരു പകുതി അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഫില്ലിങ് ഇതിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തം വെച്ചതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് സെറ്റായിരുന്നോളും. എന്നതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല കറുത്ത ഏത്തപ്പഴമൊക്കെ മക്കൾ കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. അപ്പോൾ വൈകുന്നേരം ചായക്ക് മാത്രമല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്. കാര്യം ഇതിൽ നമ്മൾ വേറെ ഒന്നും വലുതായിട്ട് ചേർക്കുന്നില്ല. പ്രത്യേകിച്ചും മധുരം ഞാൻ ഒരുപാട് ചേർത്തിട്ടുമില്ല. ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ വേറൊരു പാനിലല്ല മറിക്കുന്നത്, ഈ അടപ്പിൽ വെച്ചിട്ട് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് വലുതായിട്ട് റെഡിയാക്കിയത് കൊണ്ടാണ് 2 പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 പഴം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 10-11 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും ചെറിയൊരു 7 ഇഞ്ചിൻ്റെ പാനിലൊക്കെ ആണെങ്കിൽ 1 പഴം വെച്ച് ചെയ്താൽ നല്ല ഹൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ പോകുന്ന മക്കൾക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടവുമായിരിക്കും, നല്ല ടേസ്റ്റിയോടെ അവർ കഴിച്ചോളുകയും ചെയ്യും സന്തോഷമായിട്ട്. ഇപ്പോൾ ഉള്ള മക്കളെല്ലാം ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയോ കട്ടനോ ആയാൽ പിന്നെ പറയുകയും വേണ്ട. നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.